നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഈ പോയ മിഡ് വീക്കിലെ മികച്ച ടീം പ്രഖ്യാപിച്ചിരിക്കുന്നു. ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ ശ്രദ്ധേയമായ കാര്യം ബാഴ്സലോണയുടെ മിന്നും താരങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ പൊളിച്ചടുക്കിയ 2 താരങ്ങൾ റാഫീനയും യമാലും ഈ 11-ൽ ഇല്ല എന്നുള്ളതാണ്. ഏതായാലും റയൽ മാഡ്രിഡിൽ നിന്ന് ഒരാൾ, ബാഴ്സലോണയിൽ നിന്ന് ഒരാൾ, ഈ രൂപത്തിലാണ് ഇപ്പോൾ ഈ ഒരു 11 വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് സ്ക്വാഡിൽ ഇടം പിടിച്ചത് നോക്കാം. ഗോൾ കീപ്പറായിട്ട് PSG-യുടെ ജിയാൻലുക്കി ഡൊണാരുമ, അദ്ദേഹം ലിവർപൂളിനെതിരെ മിന്നും പ്രകടനം നടത്തിയിരുന്നല്ലോ. ഡിഫൻസിലേക്ക് വരുമ്പോൾ PSG-യുടെ തന്നെ ന്യൂനോ മെൻഡസ്, റയൽ മാഡ്രിഡിൻ്റെ അസെൻസിയോ, ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ എംറെ കാൻ, ഇന്റർ മിലാൻ്റെ ഡംഫ്രീസ് എന്നിവരാണുള്ളത്. മധ്യനിരയിൽ FC ബാഴ്സലോണയുടെ പെഡ്രി, ആസ്റ്റൺ വില്ലയുടെ അസെൻസിയോ, അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ റോദ്രിഗോ ഡി പോൾ. മുന്നേറ്റത്തിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ ബെയറുണ്ട്, അതുപോലെ FC ബയൺ മ്യൂണിക്കിൻ്റെ ഹാരി കെയ്ൻ ഉണ്ട്, പിന്നെ ആഴ്സണലിൻ്റെ സ്റ്റീർലിംഗ് ഉണ്ട്. ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന UCL-ലെ ടീം ഓഫ് ദി വീക്ക്. നിങ്ങൾക്ക് ഈ സ്ക്വാഡിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.